13-14 തീയതികൾ കത്തോലിക്ക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുള്ള ദിനങ്ങളാണ്. കത്തോലിക്ക കോൺഗ്രസ് എന്ന സിറോ മലബാർ സഭയുടെ സമുദായ സംഘടനയുടെ 108ാം ജന്മവാർഷികം ആഗോളതലത്തിൽ ആഘോഷിക്കുന്ന ദിനങ്ങളാണിവ. കണ്ണൂരിൻ്റെ മണ്ണിലാണ് ഇത്തവണ ജന്മദിനാഘോഷവും സിറോ മലബാർ സഭയുടെ സമുദായ സമ്മേളനവും നടക്കുന്നത്. 13-ാം തീയതി ഉച്ച കഴിഞ്ഞ് പതാക പ്രയാണവും അതുപോലെ 14-ാം തീയതി വിവിധ പ്രോഗ്രാമുകളും ഉണ്ട്. ആ കാര്യത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് നിങ്ങളെ ഔദ്യോഗികമായിട്ട് അറിയിക്കുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തവണ തലശ്ശേരി അതിരൂപതയാണ് ഈ ആഗോള സംഗമം ത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് എന്നുള്ളതാണ്. അഭിനന്ദമാർ ജോസഫ് പമ്പ്ലാനി പിതാവിന്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ജനറൽ അച്ഛൻ മോൺസിഞ്ഞർ സെബാസ്റ്റ്യൻ പാലാക്കുഴി അച്ഛൻ്റെയും കത്തോലിക്ക കോൺഗ്രസിന്റെയും കത്തോലിക്ക സഭയിലെ വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ 100,000-ഓളം ആളുകളെ കണ്ണൂരിൻ്റെ നഗരവീഥികളിലൂടെ റാലിയായി ഒരു റാലി നടത്തി അതിനുശേഷം ബഹുജന സമ്മേളനമുണ്ട്, പൊതുസമ്മേളനം. അഭിനന്ദ മേജർ ആർച്ച് ബിഷപ്പ് സിറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മാർ റാഫേൽ തട്ടിൽ പിതാവാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ പത്രസമ്മേളനം ഇവിടെ ഔദ്യോഗികമായിട്ട് വിളിച്ചിരിക്കുന്നത്. കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ പ്രസിഡന്റ് ശ്രീ രാജീവ് സാറും ബഹുമാനപ്പെട്ട മോൺസിഞ്ഞർ സെബാസ്റ്റ്യൻ പാലാക്കുഴി അച്ഛനും വിശദ വിവരങ്ങൾ അറിയിക്കുന്നതാണ്. കത്തോലിക്ക കോൺഗ്രസിന്റെ 108ാം ജന്മവാർഷികം മാർച്ച് 13-14 തീയതികളിലായി നമ്മുടെ കണ്ണൂരിന്റെ മണ്ണിൽ നടക്കപ്പെടുമ്പോൾ ആ മഹനീയ സംഭവത്തെക്കുറിച്ച് സമൂഹത്തെ അറിയിക്കുവാനും നിങ്ങളെല്ലാവരെയും ആ സംഗമത്തിലേക്ക് ക്ഷണിക്കുവാനുമായിട്ടാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനത്തിൽ ആഗ്രഹിക്കുക. നാളിതുവരെയും മാധ്യമ സുഹൃത്തുക്കളായ നിങ്ങൾ നൽകിയ വകകൾക്ക് അതീതമായ പ്രോത്സാഹനത്തെ, സഹകരണത്തെ ആദരവോടുകൂടെ ഈ നിമിഷം ഞങ്ങൾ അനുസ്മരിക്കുന്നു. കത്തോലിക്ക കോൺഗ്രസ് 108ാം ജന്മവാർഷികം തലശ്ശേരി അതിരൂപതയുടെയും AKCC ഗ്ലോബൽ സമിതിയുടെയും അതിരൂപത സമിതിയുടെയും ഇതര സംഘടനകളുടെയും ആഹ്വാനം നടത്തപ്പെടുമ്പോൾ 100,000-ഓളം പേരെയാണ് നമ്മൾ ആ സംഗമത്തിൽ പ്രതീക്ഷിക്കുക. ഈ സംഗമത്തിന്റെയും കത്തോലിക്ക കോൺഗ്രസിന്റെയും പരമപ്രധാനമായ ലക്ഷ്യം നമ്മളുടെ സഭയുടെ മൂല്യങ്ങളെ സമൂഹമധ്യേ അവതരിപ്പിക്കുക, സാമൂഹിക നീതി ഉറപ്പുവരുത്തുക, കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ നിരവധിയാണ്. ആ പ്രതിസന്ധികൾക്കെല്ലാം പരിഹാരം കാണത്തക്ക വിധത്തിലുള്ള സ്വാധീനം സമൂഹമധ്യത്തില് ഗവൺമെന്റ് തലങ്ങളിൽ ചെലുത്തുക. അങ്ങനെ വിശ്വമാനവികതയുടെയും സാഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒക്കെയും സന്ദേശം മനുഷ്യ മനസ്സുകൾക്ക് പകരുക എന്ന ഉന്നതമായ ലക്ഷ്യത്തോടുകൂടിയാണ് ഈ വലിയ സംഗമം, ഈ മഹാ റാലി കണ്ണൂരിൽ 14-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 മണി മുതൽ ആരംഭിക്കുക. ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കത്തക്ക വിധത്തില് മലയോര മേഖലയിലെ ക്രൈസ്തവ ജനത ഒന്നിക്കുമ്പോൾ നമുക്കൊന്നേ പറയുവാനായിട്ടുള്ളൂ, ഇതാരെയും ഇല്ലായ്മ ചെയ്യുവാനുള്ള, ആരെയും നിഷേധാത്മകമായി കാണുവാനുള്ള ഒരു ചടങ്ങല്ല. ഈ സംഘടന സമുദായത്തിന്റെ സംഘടനയാണ്. അതോടൊപ്പം തന്നെ സാമൂഹിക നീതിക്കും നന്മയ്ക്കും വേണ്ടി നിലകൊള്ളുന്ന ഒരു ദൈവിക പ്രസ്ഥാനം കൂടിയാണ്. അതുകൊണ്ട് തന്നെയും നാളിതുവരെയും കത്തോലിക്ക കോൺഗ്രസ് സമൂഹത്തിന്റെ സഭയുടെ ചാലകശക്തിയായി നിലകൊണ്ടിട്ടുണ്ട്. സമൂഹം അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളിലും കൂടെ നിന്നുകൊണ്ട് സഭയൊപ്പമുണ്ട് എന്ന്, സമുദായ ഒപ്പമുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നാനാജാതി മതത്തിലുള്ള, നാനാജാതി രാഷ്ട്രീയ തത്വസമൂഹത്തിൽ വിശ്വസിക്കുന്ന ഏവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നീതിബോധമുള്ള ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. മാർ ജോസഫ് പമ്പ്ലാനി അതിരൂപതാധ്യക്ഷൻ പിതാവാണ്
ഇതെല്ലാവിധ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുക. പിതാവിന്റെ മഹനീയ നേതൃത്വത്തില് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനത്തിൽ നിങ്ങൾ എല്ലാവരുടെയും സാന്നിധ്യവും അകമഴിഞ്ഞ സഹകരണവും ഉണ്ടാകണമെന്ന് ഈ ധന്യനിമിഷം ആദരപൂർവ്വം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഇവിടെ സംസാരിച്ചതുപോലെ തന്നെ കത്തോലിക്ക കോൺഗ്രസിന്റെ ആഗോള നസ്രാണി സമുദായ സംഗമത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കാനാണ് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. നിങ്ങൾ നൽകുന്ന വലിയ പ്രോത്സാഹനത്തിന് വലിയ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. കത്തോലിക്ക കോൺഗ്രസ് സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക സമുദായ സംഘടനയാണ്. 1918 രൂപീകൃതമായി ഇന്ന് 108ാമത് ജന്മവാർഷികം ആഘോഷിക്കുകയാണ്. എല്ലാ വർഷവും നമ്മൾ ഓരോരോ സ്ഥലങ്ങളിലാണ് ഈ ജന്മവാർഷിക സമുദായ സംഗമങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തെ ജന്മവാർഷിക സമ്മേളനം ഒരു വലിയ സമുദായ കൂടിവരവായിട്ടാണ് ക്രമീകരിച്ചിരിക്കുക. പ്രത്യേകിച്ച് തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ അഭിമന്യ പാമ്പ്ളാനി പിതാവിന്റെ നേതൃത്വത്തിൽ വലിയ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. 100,000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന മഹാ റാലിയും പൊതുസമ്മേളനവുമാണ് കണ്ണൂർ ടൗണിൽ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ ക്രമീകരിച്ചിരിക്കുക. റാലി കണ്ണൂർ ടൗണിൽ. നമുക്കറിയാം എന്തിനാണ് ഈ സമുദായ സമ്മേളനം ഇപ്പോൾ സംഘടിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ സമുദായത്തിന്റെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ പൊതുസമൂഹത്തെയും ഭരണ നേതൃത്വത്തെയും അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ ഇന്നത്തെ മലയോര കർഷകർ ഒരു കുടിയിറക്ക് ഭീഷണി നേരിടുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പല നിയമങ്ങൾ വരുന്നു, പല രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ വരുന്നു, വന്യമൃഗങ്ങൾ വളരെ കാര്യമായിട്ട് നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങി ആക്രമിക്കുമ്പോഴും ഒരു നിസ്സംഗ മനോഭാവം ഉണ്ടാകുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന, കേരളം ചർച്ച ചെയ്യുന്നതാണ്. ദേശീയ വനം വന്യജീവി നിയമം ഭേദഗതി ചെയ്യണമെന്ന് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും സർക്കാരുകളോ രാഷ്ട്രീയ പാർട്ടികളോ അതിന് തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, അത് ഈ കർഷകരോടുള്ള ഒരു അവഗണനയാണ് എന്ന് വിലയിരുത്തുവാനായിട്ട് വലിയ പാടില്ല. അത് തിരുത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്ത് രാഷ്ട്രീയ പാർട്ടികൾ കർഷകർക്ക് എന്താണ് നൽകുവാനായിട്ട് പോകുന്നത് എന്ന് പറയുവാനായിട്ടുള്ള ബാധ്യതയുണ്ട്. അത് ഈ സമ്മേളനം ചൂണ്ടിക്കാണിക്കുക. മറ്റൊരു കാര്യം, നമ്മളുടെ നാട്ടിൽ നിന്ന് യുവജനങ്ങൾ വളരെ കാര്യമായിട്ട് അന്യനാടുകളിലേക്ക് പലായനം ചെയ്യുക. പണ്ടൊക്കെ ഗൾഫ് നാടുകളിലേക്ക് പോയി കുറെ കാലം കഴിയുമ്പോൾ തിരിച്ചു വരുന്നതായിരുന്നു സാഹചര്യമെങ്കിൽ ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയി പിന്നെ തിരിച്ചു വരുന്നതേയില്ല. നമ്മളുടെ ഏറ്റവും ക്രീമായിട്ടുള്ള യുവജനങ്ങൾ, അത് ക്രൈസ്തവർ മാത്രമല്ല, ഹൈന്ദവർ, മുസ്ലിങ്ങൾ ഉൾപ്പെടുന്ന ഏറ്റവും നല്ല യുവജനങ്ങൾ ഈ നാട്ടിൽ നിന്ന് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായി പുറത്തേക്ക് പോകും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, വലിയ സംരംഭങ്ങൾ, തൊഴിലവസരങ്ങൾ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നില്ല. മറിച്ച് ഉള്ള തൊഴിലവസരങ്ങൾ പലപ്പോഴും ചില പിൻവാതിൽ നിയമനങ്ങളൊക്കെ നടത്തി അത് മേക്കപ്പ് ചെയ്ത് അങ്ങോട്ട് പോകുന്നു എന്നുള്ളത് നമ്മുടെ യുവജനങ്ങളെ നിരാശരാക്കിയിരിക്കുകയാണ്. അതിനൊരു മാറ്റം വരണം. നമ്മളുടെ രാജ്യത്തിന് വലിയ വളർച്ചയുണ്ടാകണം. അത് ഈ സമ്മേളനം ലക്ഷ്യം വെക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആശയമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മതസൗഹാർദ്ദമാണ്. മതസൗഹാർദ്ദത്തെക്കുറിച്ചുള്ള ചർച്ചകൾ എപ്പോഴും നടക്കുമ്പോഴും നമ്മളുടെ നാടിന്റെ സാഹചര്യത്തിൽ പലപ്പോഴും ഇന്നത് ചില വിദ്വേഷങ്ങളൊക്കെ പ്രചരിക്കപ്പെടുകയും മതങ്ങളും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന് അകലം കൂടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാ മതവിഭാഗങ്ങളും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഒരു സാഹചര്യം നമ്മളുടെ നാട്ടിൽ ഉണ്ടാകണമെന്ന് ക്രൈസ്തവ സമുദായം ആഗ്രഹിക്കുകയാണ്. അതിനെന്ത് തരത്തിലുമുള്ള ഇടപെടൽ നടത്തുവാനും സന്നദ്ധമാണെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ വലിയ സംഗമത്തിൽ നമ്മൾ നൽകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സന്ദേശം. പലപ്പോഴും മതങ്ങൾ തമ്മിൽ, ജാതികൾ തമ്മിൽ, ആളുകൾ തമ്മിൽ സ്പർദ്ധ ഉണ്ടാകുന്നതിന് കാരണം ഒരു ചെറിയ വിഭാഗം ആളുകളാണെങ്കിലും അതിനെയൊക്കെ ചില വർഗീയ താല്പര്യത്തോടുകൂടി ചില ആളുകൾ മുതലാക്കുകയും അത് രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഈ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് നമുക്ക് അവസാനിപ്പിക്കണം. എല്ലാ ജനവിഭാഗങ്ങളും ഒരു സാഹോദര്യത്തിൽ, സൗഹാർദ്ദത്തിൽ പോകുന്ന സാഹചര്യം സൃഷ്ടിക്കുവാനായിട്ട് കത്തോലിക്ക കോൺഗ്രസ് സമുദായ സംഘടനകളിൽ മുൻകൈ എടുക്കുവാനായിട്ടുള്ള ഒരു ശ്രമം കൂടിയാണ് ഈ സമുദായ സമ്മേളനം. കത്തോലിക്ക കോൺഗ്രസിന്റെ ചരിത്രം അങ്ങനെ തന്നെയാണ്. 1918 ആരംഭിച്ച കാലഘട്ടം മുതൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അർഹമായിട്ടുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ ജോലികളില്, മറ്റ് സംവരണങ്ങളില് ഒക്കെ ലഭ്യമാകുവാൻ വേണ്ടിയിട്ട് വളരെ ശക്തമായിട്ട് പോരാടി നേടിയ ചരിത്രമാണ് കത്തോലിക്ക കോൺഗ്രസിനുള്ളത്. അത് ഇന്നും തുടരുകയാണ്. ചിലപ്പോഴൊക്കെ ഈ കാലഘട്ടത്തിൽ ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോഴും
നമ്മളുടെ സഭയും സമുദായവും പറയുന്നത് മനുഷ്യരെല്ലാം ഒന്നാണ്, എല്ലാവരും ഒരുമിച്ച് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്നാണ്. എല്ലാവർക്കും അവകാശങ്ങളുണ്ട് ഈ സമൂഹത്തിൽ നിലനിൽക്കുവാനായിട്ട്. ഒരാളുടെയും അവകാശങ്ങളെ ഹനിക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും അർഹമായിട്ടുള്ള ആനുകൂല്യങ്ങളും അവകാശങ്ങളും നൽകുക തന്നെ ചെയ്യണം. ക്രൈസ്തവ സമുദായത്തിന്റെ പ്രശ്നങ്ങളും കേൾക്കുവാനായിട്ടും അത് നൽകുവാനായിട്ടും നമ്മളുടെ അധികാരികൾ തയ്യാറാകണം എന്നുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ സമ്മേളനവും റാലിയും ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വലിയ ഒരു ലക്ഷ്യത്തോടുകൂടി നമ്മളുടെ സമുദായം ശക്തീകരിക്കപ്പെടുമ്പോൾ ഈ രാഷ്ട്രം തന്നെയാണ് ശക്തീകരിക്കപ്പെടുന്ന വളരുന്നത് എന്നുള്ള ചിന്തയിലാണ് ഈ സമ്മേളനവും ഈ പൊതു പരിപാടികളെല്ലാം സംഘടിപ്പിക്കുന്നത്. നിങ്ങളുടെ വലിയ പിന്തുണ ഉണ്ടാകണം. ഈ വിഷയങ്ങൾ നമ്മൾ പൊതുസമൂഹത്തിൽ ചർച്ചയ്ക്കായി വെക്കുകയാണ്, എല്ലാവരുടെ ശ്രദ്ധയ്ക്കായി വെക്കുകയാണ്. പൊതുസമൂഹം ചർച്ച ചെയ്യട്ടെ. തിരഞ്ഞെടുപ്പ് സമയത്ത് നമ്മളുടെ രാഷ്ട്രീയ പാർട്ടികൾ നമ്മളുടെ ആളുകളുടെ നീതിക്ക് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ പ്രഖ്യാപിക്കട്ടെ. അതിനുള്ള ശ്രമം ഉണ്ടാകട്ടെ. ഈ വിഷയങ്ങളിലൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൃത്യമായിട്ടുള്ള നിലപാട് അറിയിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ആഗ്രഹിക്കുകയും അത് ആവശ്യപ്പെടുകയും ചെയ്യും ഈ സമ്മേളനത്തിൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ മാർച്ച് 13-ാം തീയതി രാവിലെ പാലക്കാട് നിന്ന് പതാക പ്രയാണം ആരംഭിക്കും. പാലക്കാട് രൂപതാ സമിതി അവിടുന്ന് ആരംഭിച്ച് വൈകുന്നേരം 5 മണിക്ക് കണ്ണൂർ നമ്മളുടെ സമ്മേളന നഗരിൽ എത്തും. ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി നഗറാണ് ക്രമീകരിച്ചിരിക്കുക പോലീസ് ഗ്രൗണ്ടിൽ. അവിടെ എത്തിച്ചേരും. 5:30 മണിക്ക് പതാക ഉയർത്തൽ നടക്കും. തുടർന്ന് 6 മണിക്ക് ഗ്ലോബൽ വർക്കിംഗ് കമ്മിറ്റി മീറ്റിംഗ് ആണ്. കത്തോലിക്ക കോൺഗ്രസിന്റെ സംഘടനാപരമായിട്ടുള്ള ചർച്ചകൾ 7:30 മണിക്ക് അവസാനിക്കും. പിറ്റേ ദിവസം മാർച്ച് 14-ന് രാവിലെ 9:30 മണിക്ക് ശ്രീപുരം ജ്ഞാനായ പാസ്റ്റർ സെന്ററിൽ വെച്ച് പ്രതിനിധി സമ്മേളനം, സംഘടനാപരമായിട്ടുള്ള നയങ്ങൾ രൂപീകരിക്കുന്നു, തീരുമാനങ്ങൾ എടുക്കുന്നു. ഒപ്പം നമ്മളുടെ രാഷ്ട്രീയമായിട്ടുള്ള നിലപാട് നമ്മൾ തീരുമാനിക്കുന്നു. പ്രതിനിധി സഭാ സമ്മേളനം ഉച്ച കഴിഞ്ഞ് 2:30 മണിക്ക് ഗ്രൗണ്ടിന്റെ മുൻവശത്ത് നിന്ന് റാലി ആരംഭിക്കും. അഭിമന്യ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് വലിയമറ്റം പിതാവ് അത് റാലി ഫ്ലാഗ് ഓഫ് ചെയ്യും. പ്രിയപ്പെട്ട സെബാസ്റ്റ്യൻ അച്ഛൻ അതിന് സന്ദേശം നൽകും. തുടർന്ന് റാലി സമ്മേളന നഗരിയിൽ ഏതാണ്ട് 25% എത്തിക്കഴിയുമ്പോൾ പൊതുസമ്മേളനം ആരംഭിക്കും. അത് ആരംഭിക്കുമ്പോൾ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് അഭിമന്യമാർ റാഫേൽ തട്ടിൽ പിതാവ് തന്നെയാണ് ഇവിടെ എത്തിച്ചേർന്ന് ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് ഉദ്ഘാടനം ചെയ്യുക. അഭിമന്യമാർ ജോസഫ് പാംബ്ലാനി പിതാവ് മുഖ്യ പ്രഭാഷണം നിർവഹിക്കും. അഭിമന്യമാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ പിതാവ് ആമുഖ അനുഗ്രഹ പ്രഭാഷണം നടത്തും.